ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ്. ആർക്കാണ് സർപ്രൈസ് കൊടുക്കണതെന്നല്ലേ, എൻ്റെ അമ്മയ്ക്ക്. ഇന്ന് എൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നാളെയാണ് പിറന്ന നാൾ, ജന്മദിനം സോറി, നാളൊക്കെ ഉണ്ടാവില്ലേ നക്ഷത്രം, അത് നാളെ. പക്ഷെ ഇന്നാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോണത്. അമ്മ ഇപ്പോൾ ജോലിക്ക് പോയേക്കാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ വരും. ഇപ്പോൾ ടൈം എനിക്ക് 5 മണി എന്തോ ആയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് സർപ്രൈസ് സെറ്റാക്കണം. അത്ര വലിയ സർപ്രൈസ് ഒന്നുമില്ല, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 200 റുപ്പീസിന് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. 200 റുപ്പീസ് തന്നെ ഒപ്പിച്ചത് ഞാൻ എൻ്റെ വിഷുക്കൈ നീട്ടത്തിൽ നിന്നാണ്. ഞാനത് എടുത്തിട്ടുണ്ട്, കുറച്ച് 200 രൂപ മാത്രം. അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഒതുക്കി. ഞാൻ ഇന്ന് തന്നെയാണ് പോയി ഷോപ്പ് ചെയ്തത്. ഇന്നാണെങ്കിൽ അമ്മ ജോലിക്ക് വെച്ചത്, ഇവിടെ ആരില്ല, മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശനെ പറ്റിച്ച് ഞാൻ പോയി. പറ്റിക്കുക മീൻസ് മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. മുത്തശ്ശൻ എന്തിനാണെന്നൊന്നും ചോദിച്ചില്ല. എനിവേസ് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം, എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനതിപ്പം പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കാം. ഞാനല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ പേപ്പറിൽ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ. ചിലപ്പം മാറ്റിയിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും വെക്കും. അപ്പം എന്താ, ഞാൻ ഈ കേക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചാലോ ഗിഫ്റ്റ് എവിടെയാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ കേക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കാം. ഇത് എവിടെയാണ് ഈ ഗിഫ്റ്റ് വെച്ചേക്കുന്ന ഒരു ട്രഷർ ഹണ്ട് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ട്രഷർ ഹണ്ട് നടത്താനായിട്ട് വലിയ സാധനങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് മിക്കതും ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഉണ്ടാവും. പിന്നെ എൻ്റെ ഈ കോലം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട. അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം, സർപ്രൈസ്. അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, ലൈറ്റ് കിട്ടുമോ ഒന്നും എനിക്കറിയില്ല. ഇപ്പോഴല്ല, ഇപ്പം കറണ്ട് ഉണ്ട്, ഇപ്പം അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. നൈറ്റൊക്കെ ആകുമ്പോഴേക്കൊക്കെ എനിക്കങ്ങനെ അറിയില്ല. അമ്മ എവിടെ ഇരിക്കുന്നു, ഒരു ഐഡിയ നമുക്ക് സെറ്റായിട്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ സാധനം. ഇതാണ് ഗിഫ്റ്റ്. അത് നമ്മൾ വഴിയെ ഒരു മാലയാണെന്ന് മാത്രം ഒരു ക്ലൂ തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതൊരു കേക്കാണ്, ഒരു സിമ്പിൾ കേക്കും പിന്നെ നമ്മുടെ ഡയറി മിൽക്കുമാണ്. അപ്പോൾ നമുക്കിത് സെറ്റാക്കാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. ഈ കേക്കിൽ ഈ ഡയറി മിൽക്ക് ഒലിപ്പിക്കണം. ഒരു ഗനാഷ് പോലെയൊക്കെയില്ലേ കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാലോ, അതേപോലെ. എൻ്റെ അമ്മ കുറേ നാൾക്ക് മുമ്പൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ പഠിച്ചത്, ഇതിൻ്റെ പേരും അതൊക്കെ. ഈ കേക്കിൽ ഈ ഡയറി മിൽക്ക് ഒഴുക്കി വിടണം. അത് നമുക്ക് സെറ്റാക്കി ഇതൊരു കേക്ക്, ഒരു മിനി കേക്കാക്കിയിട്ട് വെക്കാം. പിന്നെ ഉള്ളത് ഗിഫ്റ്റ്, അതൊരു മാല മാത്രമാണെന്ന്. ഗോൾഡും അല്ല കേട്ടോ, ദൈവമേ. 200 രൂപയ്ക്ക് അങ്ങനെയൊക്കെ ഗോൾഡ് കിട്ടില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ പൊട്ടന്മാരല്ല. എനിവേസ് നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇത് ആക്ച്വലി എങ്ങനെയാണ് സെറ്റാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയയിലോട്ട് വന്നത്. അമ്മ വരും, വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അമ്മ വാതിലിലോട്ട് വരുമ്പോൾ, ഓക്കെ, വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഹാപ്പി ബർത്ത്ഡേ അത് പാടും. വെച്ചിരുന്ന് പേടിക്കും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗിഫ്റ്റ് നമ്മളൊരു ഹൈഡാക്കണ രീതിക്ക് വെച്ചിട്ട് ഇത് കൊടുക്കും. കണ്ടുപിടിക്കാൻ പറയും എവിടെ വെച്ചേക്കണേ എന്നുള്ളതൊരു കവിത പോലെ എഴുതി കൊടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറയും. ഇതെനിക്ക് കിട്ടി. ഇതിവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സെറ്റാക്കാമെന്ന് വിചാരിക്കണം. നമ്മൾ നോക്കിക്കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പൂമുഖവാതിക്കൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പൂങ്കാവനത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാട്ടോ. ഭയങ്കര പൂങ്കാവനമൊന്നുമില്ല, എന്നാലും നമുക്ക് സെറ്റാക്കാം. എന്നാലും സെറ്റാക്കിയാൽ മതി. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ സർപ്രൈസ് ഉണ്ടെന്ന്. അമ്മൂമ്മയും മോനും കൂടിയും, അതായത് എൻ്റെ അനിയനും കൂടിയും ഒരു അമ്മൂമ്മയുടെ കസിൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയേക്കാണ്. അപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പം മുത്തശ്ശനുണ്ട് ഇവിടെ, വേറെ ആരുമില്ല. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കരമായിട്ട് വേർത്തിരിക്കുക. അപ്പം കുളിച്ചിട്ട് വന്ന് സെറ്റായിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് എനർജി കിട്ടും. അപ്പോഴേക്കേ അവർ വരുള്ളൂ, നമുക്ക് അപ്പം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പം അതാ ഇവിടെ കേക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നമുക്കിത് സ്ലോലി ക്ലോസ് பண்ணால்
ഇനി ഇതാ ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കണ്ട ഒരു മിനിറ്റ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അമ്മ. പിന്നെ ഞാൻ ക്ലൂന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വഴി കാട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്കുമ്പം വാട്ട് ഈസ് ദിസ് കച്ചറ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. ഇതിൻ്റെ ഒരു ഈ ഓപ്പൺ തുറക്കുമ്പോൾ ഇത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ നമുക്ക് ചിലപ്പോൾ വായിച്ചു കൊടുക്കേണ്ടി വരും. പൂമുഖ വാതിൽക്കൽ ഒരു ബുഷി പ്ലാന്റിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, വേഗം പോയി കണ്ടുപിടിക്ക്, ലവ് ഈ. അതൊരു സ്മൈലും ക്വസ്റ്റ്യൻ മാർക്കും. ഇതാണ് ഞാൻ എഴുതിയേക്കണത്. നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ആര് നോക്കാനായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ബുഷി ചെടി. പക്ഷേ ഇതിൻ്റെ ബുഷിപ്പൊക്കെ പോയി, അതായത് കട്ടിയൊക്കെ ഉണ്ടായിരുന്നത് പോയി. നമുക്കിത് വച്ച് കഴിഞ്ഞാൽ കാണുമോ കണ്ടുപിടിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കട്ടെ ഇപ്പുറത്തേക്ക് കാണാൻ പറ്റുമോയെന്ന്. ആക്ച്വലി ഇല്ല. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാവേ ഗൈസ്. അപ്പോൾ ഓൾ സെറ്റാണേ. ഈ അമ്മ വന്നാൽ മതി. ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, അമ്മമ്മയെ വിളിക്കാം, എന്നിട്ട് ഇറങ്ങിയോ എന്ന് ചോദിക്കാം. അമ്മ എന്തായാലും അവരെ കൊണ്ടുവന്നിട്ട് വരുള്ളൂ. അവരെയും കൂടി കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ പറഞ്ഞേ, അമ്മ ഇവിടെ അടുത്തെത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ചായയും പാൽ ചായയാണ്. നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ നിറഞ്ഞു പോകും, പൊന്തിപ്പോവും. അപ്പോൾ വന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ പോട്ടെ, പോയിട്ട് അവിടെ നിൽക്കാം. ഞാൻ വെച്ച ചായയാണേ ഗൈസ്. ഭയങ്കര ക്യൂട്ട്. കത്തി ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മുറുക്കി. ഈ പേപ്പർ എടുത്ത് വായിക്ക്. ഒരു സാധനമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ, ലവ്. പുറത്താണ് വാതിക്കൽ ഒരു ബുഷി പ്ലാന്റിന്റെ ഞാനുണ്ട്, വേഗം പോയി കണ്ടുപിടിക്ക്. ബുഷി പ്ലാന്റ് മറ്റേ നമ്മളന്ന് വാങ്ങിച്ചത്. ഓടിക്കോ, പിടിച്ചോ. അതെ അതെ തന്നെ ഇടയിലുണ്ട്. തുറക്ക്. എപ്പടി ഇറുക്ക കേക്ക് ഫുൾ അടിച്ചാ നീ? എനിക്ക് 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 ഹാപ്പി ആയോ? ഹാപ്പി ആയോന്ന്? യെസ്.